നമസ്കാരം. ഇന്ന് രാവിലെ 11:41 കൂടി രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന മൊബൈൽ ഫോണുകളിലേക്ക് ഒരു വലിയ ശബ്ദത്തോടു കൂടിയ, അസാധാരണമായ ശബ്ദത്തോടു കൂടിയ ഒരു സന്ദേശം എത്തിയിരുന്നു. പലരും ഈ ശബ്ദം കേട്ട് വല്ലാതെ ഭയപ്പെട്ടിരുന്നു. സൈലൻറ്റ് മോഡിലിട്ടിരുന്ന ചില മൊബൈൽ ഫോണുകളിൽ പോലും ഇത് വലിയ തോതിലുള്ള ഈ ഒരു ശബ്ദവും സന്ദേശവും എത്തിയിരുന്നു. ആദ്യം ഭയന്നുപോയ പലരും പിന്നീട് ആ സന്ദേശം വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് രാജ്യത്തിൻ്റെ വലിയൊരു ചുവടുവയ്പ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സന്ദേശമാണ് എന്നാണ്. നമ്മുടെ രാജ്യത്തെ ദുരന്ത നിവാരണ മേഖലയിലെ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു ഈ വലിയ ശബ്ദം എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായിട്ടാണ് ഈ ഒരു പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇനി രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, ഏതെങ്കിലും ഒരു മേഖലയിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കൊടുങ്കാറ്റോ മഴയോ അതുപോലെ തീപിടുത്തമോ എന്ത് പ്രശ്നമുണ്ടായാലും ഒറ്റയടിക്ക് തന്നെ എത്രയെങ്കിലും ഫോണുകളിലേക്ക് ഇത് സംബന്ധിച്ച സന്ദേശങ്ങൾ എത്തിക്കാൻ ഇതിലൂടെ കേന്ദ്ര സർക്കാരിന് കഴിയും. നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ഗ്യാസ് ലോറി മറിഞ്ഞ് അതിൻ്റെ വാതക ചോർച്ച ഉണ്ടാകുന്ന സംഭവങ്ങൾ, അതുപോലെ വലിയ തീപിടുത്തങ്ങൾ, പലപ്പോഴും നമ്മളത് രാത്രി ഉറങ്ങുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഇതാരും അറിയുകയില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. ദുരന്തം നമ്മുടെ വീട്ടിനകത്ത് എത്തുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ ഇതിൻ്റെ അപകടം തിരിച്ചറിയുക. ഇനി മുതൽ രാത്രികൾ കിടക്കാൻ പോകുമ്പോൾ മൊബൈൽ സൈലൻറ്റ് മോഡിലാണ് എങ്കിൽ പോലും എന്തെങ്കിലും നിങ്ങളുടെ മേഖലയിൽ വലിയൊരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സംബന്ധിച്ച ഇതേപോലെയുള്ള അലർട്ട് വരും. എത്ര ഉറക്കത്തിൽ കിടക്കുന്നവരും ചാടി എണീറ്റ് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കും. അപ്പോൾ അവർക്ക് കൃത്യമായി എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നിങ്ങളുടെ മേഖലയിലുണ്ടായ ഈ ഒരു ദുരന്തം, പ്രകൃതി ദുരന്തമോ അതല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ഈ ഗ്യാസ് ടാങ്കർ മറിയുന്നത് പോലുള്ള ദുരന്തങ്ങളും ഒക്കെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ ഒരു അലർട്ട് സംവിധാനം. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ ഇത് പ്രാബല്യത്തിലുണ്ട്. ഇന്ത്യയിൽ ഇപ്പോഴാണ് ഇതിൻ്റെ സാങ്കേതികമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ ഏറ്റവും അധികം ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന് നമ്മൾ പലവട്ടം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഈ ഫോൺ ഇത്തരത്തിലുള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിനെ അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. കാരണം നമ്മുടെ മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മൾ താമസിക്കുന്ന ജില്ലയിലോ ഗ്രാമത്തിലോ ആ ലൈനിലോ ഒക്കെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങളെ ആ വിവരം അടിയന്തരമായി ഈ വലിയ ശബ്ദത്തോടുകൂടി അറിയിക്കാനുള്ള സംവിധാനമാണ് ഇത്. നിങ്ങൾ ഒരിക്കലും ഇത് ഭയപ്പെടേണ്ട ഒന്നല്ല. ആരുടെങ്കിലും മൊബൈൽ ഫോണിൽ ഇത്തരത്തിലുള്ള ഈ ഒരു അലർട്ട് വന്നിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക, നാളെ ഒരുപക്ഷെ എന്തെങ്കിലും ദുരന്തം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇതിൻ്റെ അലർട്ട് വരും. അപ്പോൾ ഭയപ്പെടാതിരിക്കുക. ഇന്ന് ഈ ശബ്ദം കേട്ട പലരും തങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെട്ടോ എന്ന് സ്വാഭാവികമായി സംശയിച്ചിരുന്നു. അങ്ങനെ പല ടെലികോം ഓഫീസുകളിലേക്കും ഈ സന്ദേശം വായിച്ചു പോലും നോക്കാതെ പലരും വിളിച്ചു വച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും വിശാലമായ രാജ്യമാണ് ഇന്ത്യ. അവിടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ട്. അവിടെയെല്ലാം തന്നെ അടിയന്തര സഹായം എത്തിക്കാനും ദുരന്ത നിവാരണ സേനാംഗങ്ങൾക്ക് അവിടെ എത്താനും അതുപോലെ ആ നാട്ടുകാർക്ക് രക്ഷ നേടാനുമൊക്കെ തന്നെ ഈ സംവിധാനം ഏറെ സഹായകരമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇതിനെ സെൽ ബ്രോഡ്കാസ്റ്റ് സംവിധാനം എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ നമ്മുടെ തദ്ദേശീയമായാണ് ഇതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തത് എന്നുള്ളത് ഇന്ത്യക്ക് കൂടുതൽ അഭിമാനകരമായി മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ഒരു പ്രത്യേക ഭൂപ്രദേശത്തുള്ള മുഴുവൻ മൊബൈൽ ഫോണുകളിലേക്കും ഒരേ സമയം സന്ദേശങ്ങൾ അയക്കാൻ ഈ സാങ്കേതികവിദ്യയിലൂടെ സാധിക്കും. ഇത് ആശയവിനിമയത്തിലെ കാലതാമസം പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റൊരു പ്രത്യേകത, ഇതിലെ സന്ദേശങ്ങൾ മുഴുവൻ അതാത് പ്രാദേശിക ഭാഷകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇംഗ്ലീഷിലാണ് മൊത്തത്തിൽ എല്ലാവർക്കും സന്ദേശം പോകുന്നത്, അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ അത് എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രാദേശിക ഭാഷകളിൽ ഇത്തരം സന്ദേശങ്ങൾ അയക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ മുഴുവൻ ഭാഷകളിലും നിങ്ങൾക്ക് ഈ ഒരു സേവനം ലഭ്യമാണ് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷമായ കാര്യം. നമുക്കറിയാം, വാട്സപ്പിലോ SMS വഴിയൊക്കെ സന്ദേശങ്ങൾ അയക്കുമ്പോൾ അതിൻ്റെ എണ്ണത്തിനൊക്കെ ഒരു നിശ്ചിത പരിധിയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എത്ര കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളിലേക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ഈ സന്ദേശം എത്തിക്കാൻ കഴിയും. അതിനുള്ള സാങ്കേതികവിദ്യ കൂടിയാണ് നമ്മളിപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. വളരെ പഴയ കാലത്തുള്ള മൊബൈൽ ഫോണുകളിൽ മാത്രമാണ് ഇത് സംബന്ധിച്ച സന്ദേശം ലഭിക്കാൻ സാധ്യതയില്ലാത്തത്. എങ്കിൽ പോലും ഈ ഒരു ശബ്ദം ഒരുപക്ഷെ എത്രയോ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ ഉതകുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അസാധാരണമായ രീതിയിലുള്ള, ഒരുപക്ഷെ ഇന്ന് കേൾക്കാത്തവർ നാളെ ഒരുപക്ഷെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അത് വായിച്ചു നോക്കുക, സന്ദേശം എന്താണ് എന്നുള്ളത്. അത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കരുതലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അടിയന്തര സന്ദേശമാണ്. ഈ സന്ദേശം ലഭിക്കുന്ന മാത്രമേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനും സ്വത്തുമൊക്കെ തന്നെ
രക്ഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുള്ളത്.